ഹലോ. അങ്ങനെ ഞങ്ങളും ഇന്ന് നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മസ്ക ബൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്നെൻ്റെ കെട്ടിയോൻ്റെ കാല് പിടിച്ച് ഞാനൊന്ന് ഉണ്ടാക്കിപ്പിച്ചു. പിന്നെ എൻ്റെ എന്ത് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ കെട്ടിയോനാണത് ചെയ്തു തരുന്നത്. പാവം എൻ്റെ അച്ചു. പിന്നെ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കുറച്ച് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക്. അതായത് ബട്ടർ വേണം. ബട്ടർ നല്ല ഉപ്പില്ലാത്ത ബട്ടറായിരിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ളത്. അപ്പം ബണ്ണ് നമുക്ക് എത്രയാണോ നമ്മളെടുക്കുന്നത് അതനുസരിച്ചുള്ളത് മതി. പിന്നെ നമുക്കിതിന് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് അധികം മധുരം ആവശ്യമുള്ളവർക്ക് മാത്രം കൂടുതൽ ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ വാനില എസൻസാണ്. വാനില എസൻസ് പക്ഷേ നമുക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കണം. ഡയബറ്റിക് പേഷ്യൻസ് ഇത് കഴിക്കാൻ പാടില്ല. കാരണം ഇതിൽ ഹൈ ഷുഗറാണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും ഇടയ്ക്ക് നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാരും ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുമൊക്കെ ഞാനും ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരെണ്ണം ആഗ്രഹത്തിന് വേണ്ടി കഴിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ 1-2 ഡ്രോപ്സ് നമുക്കൊരു സ്മെല്ലിന് വേണ്ടി മാത്രം അത്രേ യൂസ് ചെയ്യാവുള്ളൂ. അത് ഈ 3 സാധനവും ആഡ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഇത് മിക്സ് ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലിക്വിഡ് പരുവം മൊത്തത്തിലാക്കരുത്. എന്നാൽ കുറച്ച് കട്ടിയും വേണം. ആ രീതിയിൽ നല്ലൊരു വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബണ്ണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് നടുക്കൂടെ പകുതി വരെ കട്ട് ചെയ്യാം. മൊത്തത്തിൽ കട്ട് ചെയ്യരുത്, പകുതി വരെ കട്ട് ചെയ്യാം. അപ്പോൾ പകുതി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണണം, ഒരു മടക്ക് അവിടെ വേണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ, അത് ബട്ടർ ഇഷ്ടമുള്ളവർക്ക് മാത്രം അതിനകത്ത് ആഡ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് വേണ്ട. അപ്പം കുറച്ച് ബട്ടർ, ഇപ്പോൾ ബട്ടർ ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേച്ചതിന് ശേഷം ചെറിയൊരു ഫ്രൈ പാനിൽ വെച്ച് നമുക്ക് അത് ഒന്ന് ഗോൾഡൻ ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്പി ഫീല് നമുക്ക് കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ അത് ഇതിനുള്ളത് അപ്പം ആ സമയത്ത് നല്ലതാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊന്ന് ചൂടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെറ്ററായിരിക്കും. കാരണം ഒരു ക്രിസ്പി ഫീൽ ഉണ്ടെങ്കിൽ നമുക്കിനി കടിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ഫീലായിട്ട് തോന്നും. അല്ലാതെ നമ്മൾ സോഫ്റ്റായിട്ട് ഈ കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ നമ്മളങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത്രയൊരു ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അധികം ബട്ടർ ഇഷ്ടമുള്ളവർക്ക് മാത്രം മതി കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. അപ്പം തികച്ചും ഒരു ബണ്ണ് മാത്രമേ നമുക്ക് ഒരു സമയത്ത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് വലിയ ബണ്ണാണെങ്കിൽ. ചെറിയ ബണ്ണാണെങ്കിൽ ഓക്കെ, 1-2 നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് ചെറിയൊരു ഫ്രൈ പാനിൽ വെച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇച്ചുവാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എപ്പോഴാണെങ്കിലും എനിക്കെന്ത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാലും പുള്ളിക്കാരൻ ഉണ്ടാക്കി തരും കേട്ടോ. പാവമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആ മടക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. ഒത്തിരി മധുരമുള്ളവർക്കും ഒത്തിരി ക്രീമി ഇഷ്ടമുള്ളവർക്കും ഒത്തിരി വെക്കാം, അല്ലാത്തവർക്ക് കുറച്ച് വെക്കാം. ഇപ്പം ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീമി ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്കിനും അവർക്ക് നല്ലതായിട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ മടക്കിൽ 2 ഭാഗത്തും, ഒന്നിൽ മുകളിൽ താഴെയായിട്ട് 2 ഭാഗത്തായിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെക്കാം. അപ്പം അത് നല്ലൊരു ഭംഗിയാണ്. ഇതിങ്ങനെ വെക്കുമ്പോഴത്തേനും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ അത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറംഭാഗത്ത് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം ഇത് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം ആ ക്രീം. അപ്പോൾ ഇങ്ങനെ ഇരിക്കണം ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് കടിക്കുമ്പോഴത്തേക്കിനും അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് നമ്മുടെ ഉള്ളിൽ വരണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത് കഴിക്കാനായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും കണ്ടോ, എനിക്ക് കണ്ടിട്ട് വായിക്കകത്ത് വെള്ളം വരുന്നു കേട്ടോ. ഞാനിപ്പോൾ തന്നെ എല്ലാം കഴിക്കുന്നുണ്ട് ഫീലിംഗാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുടിക്കാനുള്ളത് ഇറാനി ചായയാണ്. ഇറാനി ചായക്ക് ആ മസാലകളെല്ലാം ഇട്ടതിന് ശേഷം ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ നമുക്ക് നല്ല കടുപ്പമുള്ള നല്ല തേയിലപ്പൊടി, അത് കുക്കറിൽ വെച്ച് 2 വിസിലടുപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാല് വെക്കാം. പാല് ചൂടാക്കിയിട്ട് അതിനകത്ത് ആവശ്യമുള്ള പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് ആ വിസിലടിച്ച് കഴിഞ്ഞ് ചായ കപ്പ്, ശരി എൻ്റെ കെട്ടിയവൻ അതെല്ലാം മറിച്ചിട്ട് കേട്ടോ പുള്ളിക്കാരൻ.
അപ്പോൾ അത് വെച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് ഇത്രയും കുടിക്കാൻ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഉള്ളതെല്ലാം അങ്ങ് ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് വെച്ചു. എന്നാലും കുഴപ്പമില്ല. അത് നല്ല ടേസ്റ്റായിരുന്നു ഈ ചായക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇറാനി ചായ എന്ന് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. പക്ഷേ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ് ഇറാനി ചായ. അതങ്ങനെ ഒഴിച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ കളറും മാറുന്നത് കണ്ടോ, നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റ്, നല്ല രുചിയാണത് കുടിക്കാൻ. അപ്പം എല്ലാവരും ഈ ഇറാനി ചായയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയാണ്, രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് പിന്നെ കുടിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അഥവാ മധുരം ഇല്ലയെന്ന്, നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിക്കാം. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കുമ്പോൾ ഷുഗർ ഫ്രീ ഇടാം. ആദ്യം തന്നെ എൻ്റെ ഇച്ചുവിന് കൊടുത്തു. ഇച്ചു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. ഓക്കെ, പുള്ളിക്കാരൻ കഴിച്ചു നോക്കി, ഓക്കെയാണ്, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാനായിട്ടിരുന്നു. നമ്മുടെ വീഡിയോ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എടുക്കണമല്ലോ, ആരും എടുത്തു തരാനില്ല. അതുകൊണ്ട് നല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ്, ഒന്നും പറയാനില്ല. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കധികം ചിലവില്ലാത്ത കാര്യമാണ്. എല്ലാവരും ഇപ്പോൾ ആർക്കാ എന്താ എപ്പോൾ സംഭവിക്കുന്നത് നമുക്കൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഉള്ള സമയത്ത് നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ കണ്ട് അതനുസരിച്ച് നമ്മൾ എൻജോയ് ചെയ്യുക, ലൈഫിൽ മുന്നോട്ട് പോവുക. പക്ഷെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാവരും ഒരു വട്ടം ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയുക. പിന്നെ എൻ്റെ വീഡിയോ, ഞാനധികം വീഡിയോ ഇടാറില്ല യൂട്യൂബിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഈ ചെറിയ ചാനൽ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.